എറണാകുളം ജനറൽ ആശുപത്രിയിൽ ചികിത്സാ പിഴവെന്ന് പരാതി. പ്രസവ ശസ്ത്രക്രിയയ്ക്ക് വിധേയയായ യുവതിയുടെ വയറ്റിൽ പ്ലാസ്റ്റിക് നൂലിന്റെ അവശിഷ്ടങ്ങൾ. വൈക്കം കാട്ടിക്കുന്ന് സ്വദേശി ഷബീനയ്ക്കാണ് ദുരവസ്ഥയുണ്ടായത്. കടുത്ത വേദനയും ശാരീരിക അവശതകളും തുടർന്ന് സ്കാൻ ചെയ്തപ്പോഴാണ് ചികിത്സാ പിഴവ് കണ്ടെത്തിയത്. എറണാകുളം ജനറൽ ആശുപത്രി വെച്ച് എൻ്റെ വൈഫിൻ്റെ ഡെലിവറി കഴിഞ്ഞു. സിസേറിയനായിരുന്നു. ഡെലിവറി കഴിഞ്ഞ് ഒരു 5 മാസമായപ്പോൾ തൊട്ട് വയറിൻ്റെ അവിടെ വേദന പോലെ തോന്നിയൊരു തടിപ്പും കണ്ടായിരുന്നു. നമ്മളപ്പോൾ തന്നെ കൊണ്ടുപോയി നമ്മുടെ താലൂക്ക് ആശുപത്രി, വൈക്കം താലൂക്ക് ആശുപത്രി കൊണ്ട് കാണിച്ചു. അവിടെ ചെന്ന് സ്കാൻ ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്ക് അവിടുത്തെ ഡോക്ടർ പറഞ്ഞു ഇതിനകത്ത് നൂലിരിപ്പുണ്ടെന്ന് പറഞ്ഞു. നൂലായിട്ടാണ് കാണിക്കുന്നത്, കോട്ടൺ നൂലായിട്ടാണ് കാണിക്കണത്. അപ്പോൾ ഇത് സർജറി ചെയ്ത് തന്നെ എടുത്തു കളയേണ്ടി വരും. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ചെയ്തെടുത്ത് തന്നെ കൊണ്ട് കാണിക്കണമായിരിക്കും ഉചിതമെന്ന് അവർ പറഞ്ഞതിൻ്റെ പേരുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ വീണ്ടും എറണാകുളം ജനറൽ ആശുപത്രി ചെന്നു. ജനറൽ ആശുപത്രി ചെന്ന് എന്ന് കഴിഞ്ഞപ്പോഴത്തേക്ക് അവിടുത്തെ ഡോക്ടറെ സ്കാൻ ചെയ്ത് കഴിഞ്ഞിട്ട് പറഞ്ഞ് മെഡിക്കൽ കോളേജിലേക്ക് റെഫർ ചെയ്തു. മെഡിക്കൽ കോളേജ് വന്ന് നമ്മൾ ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ ഇവിടുത്തെ ഡോക്ടർ ഒരാഴ്ചത്തെ മരുന്നെന്ന് വെച്ചാൽ പറഞ്ഞ് ഇത് ചിലപ്പോൾ ആൻറ്റിബയോട്ടിക് കഴിച്ചാൽ ചിലപ്പോൾ പൊക്കളോന്നും പറഞ്ഞിട്ട് അങ്ങനെ മരുന്നാണ്. പക്ഷേ അത് വെച്ചിട്ട് പോകാതെ വന്നു കഴിഞ്ഞപ്പോൾ ഡോക്ടർ പറഞ്ഞു നമുക്ക് സർജറി ചെയ്ത് തന്നെ എടുത്ത് കളയേണ്ടി വരുമെന്ന് പറഞ്ഞു. കൂടുതൽ വിവരങ്ങളുമായി ഗോകുൽ രമേശ് നമുക്കൊപ്പം ചേരുകയാണ്. ഗോകുൽ, എപ്പോഴായിരുന്നു ഈ പ്രസവ ശസ്ത്രക്രിയ എറണാകുളം ജനറൽ ആശുപത്രിയിൽ നടത്തിയിരുന്നത്? ഇതിൽ ആശുപത്രി അധികൃതരുടെ പ്രതികരണം ലഭ്യമായിട്ടുണ്ട്? ബിനിൽ 2024 സെപ്റ്റംബറിലായിരുന്നു എറണാകുളം ജനറൽ ആശുപത്രിയിൽ ഇത്തരത്തിൽ വൈക്കം കാട്ടിക്കുന്ന് സ്വദേശിയായിട്ടുള്ള ഷബീനയുടെ പ്രസവ ശസ്ത്രക്രിയ നടന്നത്. തുടർന്ന് ഈ ശസ്ത്രക്രിയയ്ക്ക് ശേഷം 5 മാസങ്ങൾക്ക് ശേഷമാണ് ശാരീരിക ബുദ്ധിമുട്ടുകൾ അനുഭവിക്കാനായിട്ട് തുടങ്ങിയത്. കടുത്ത വയറുവേദന അടക്കം അനുഭവപ്പെട്ടതിനെ തുടർന്ന് വൈക്കം താലൂക്ക് ആശുപത്രിയിൽ ഇവർ ചികിത്സ തേടി. ആ സമയത്ത് ഇത്തരത്തിൽ മരുന്ന് കഴിച്ചു നോക്കിയെങ്കിൽ പോലും വേദനയ്ക്ക് ശമനമില്ലാത്തതിനാൽ സ്കാൻ ചെയ്യാൻ നിർദ്ദേശിക്കുകയായിരുന്നു. തുടർന്ന് സ്കാൻ ചെയ്തപ്പോഴാണ് ഇത്തരത്തിൽ നൂല് പോലെ എന്തോ ഒന്ന് വയറിനുള്ളിൽ കണ്ടതായിട്ട് ഡോക്ടർ പറയുകയുണ്ടായത്. തുടർന്ന് ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം തന്നെ ഇവർ അതേ ആശുപത്രിയിൽ, എറണാകുളം ജനറൽ ആശുപത്രിയിൽ തന്നെ കൊണ്ടുപോയി കാണിക്കുകയും തുടർന്ന് അവിടെ ഇത്തരത്തിൽ ഡോക്ടറെ കാണിക്കുകയും ഒക്കെ തന്നെ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ അവർ ആ കേസ് അല്ലെങ്കിൽ അത് ഏറ്റെടുക്കാനായിട്ട് തയ്യാറായില്ല. നേരെ മെഡിക്കൽ കോളേജിലേക്ക് റെഫർ ചെയ്യുകയാണ് ഉണ്ടായത്. തുടർന്ന് ഇവർ കോട്ടയം മെഡിക്കൽ കോളേജിലെത്തി ഇത് കാണിച്ചപ്പോഴാണ് ഇത്തരത്തിൽ വയറിനുള്ളിൽ നൂല് ഉണ്ട് എന്നുള്ള കാര്യം മനസ്സിലാവുകയുണ്ടായത്. തുടർന്ന് ആന്റിബയോട്ടിക് കഴിച്ചു നോക്കി. ഒരാഴ്ചയ്ക്കുള്ളിൽ അത് ദ്രവിച്ചു പോകും എന്നുള്ള നിലയിൽ മരുന്ന് കഴിച്ചു നോക്കി. പക്ഷേ എന്നിട്ടും കുറവില്ലാത്തത് കൊണ്ട് തന്നെയാണ് ഡോക്ടർമാരുടെ നിർദ്ദേശപ്രകാരം ശസ്ത്രക്രിയ നടത്തുകയുണ്ടായത്. ഇന്നാണ് ശസ്ത്രക്രിയ നടന്നത്. ഇന്ന് ഉച്ചയോട് കൂടിയിട്ടായിരുന്നു ശസ്ത്രക്രിയയിൽ നിന്നും വയറിനുള്ളിൽ നിന്ന് ഈ ടൊയിൻ നൂല് പോലെ അല്ലെങ്കിൽ പ്ലാസ്റ്റിക്കിന്റെ നൂലിന്റെ അംശമാണ് പുറത്തെടുക്കുകയുണ്ടായത്. ഇത് ഇവർക്ക് കൈമാറുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും വളരെ ഗുരുതരമായിട്ടുള്ള ഒരു ചികിത്സാ പിഴവ് തന്നെയാണ് ഈ എറണാകുളം ജനറൽ ആശുപത്രിയിൽ ഉണ്ടായിട്ടുള്ളതായിട്ട് ഈ കുടുംബം ആരോപിക്കുന്നത്. ഇനി എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് തുടർ പരാതി നടപടികളുമായിട്ട് മുന്നോട്ട് പോകുമെന്ന് തന്നെ ഈ ഷബീനയുടെ ഭർത്താവ് താജുദ്ദീൻ അറിയിച്ചിട്ടുണ്ട്. ആരോഗ്യവകുപ്പിന് അടക്കം ഇതുമായി ബന്ധപ്പെട്ട പരാതി നൽകാനായിട്ട് ഒരുങ്ങുകയാണ്. എന്തായാലും വളരെ ഗുരുതരമായിട്ടുള്ള ഒരു പിഴവായിട്ട് തന്നെ ഇതിനെ നമുക്ക് കണക്കാക്കാൻ സാധിക്കും. ബിനിൽ, ഓക്കെ, ഗുരുതരമായിട്ടുള്ള പിഴവ് ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് ഷബീനയുടെ ഭർത്താവ് താജുദ്ദീൻ ആരോപിക്കുന്നത്. ചികിത്സാ പിഴവ് എറണാകുളം ജനറൽ ആശുപത്രിക്ക് എതിരെയാണ്. പ്രസവ ശസ്ത്രക്രിയയ്ക്ക് വിധേയയായ യുവതിയുടെ വയറ്റിൽ പ്ലാസ്റ്റിക് നൂലിൻ്റെ അവശിഷ്ടങ്ങൾ ഉണ്ടായിരുന്നു. ആ നൂലിൻ്റെ അവശിഷ്ടങ്ങൾ വീണ്ടും സർജറി ചെയ്തപ്പോൾ അത് എടുത്ത് നൽകിയ ആശുപത്രിയിൽ നിന്ന് ആ ദൃശ്യങ്ങളോട് കൂടിയാണ് അദ്ദേഹം ഇപ്പോൾ പരാതിപ്പെട്ടിരിക്കുന്നത്. ഇതിൽ എറണാകുളം ജനറൽ ആശുപത്രി അധികൃതരുടെ പ്രതികരണം ഇതുവരെ ലഭ്യമായിട്ടില്ല. ഗോകുൽ രമേശാണ് വിവരങ്ങൾ നൽകിയത്.